തന്റെ മകൻ അരുൺകുമാറിന്റെ നിയമനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് രൂപീകരിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ അഭിഭാഷകൻ കൂടിയായ വി ഡി സതീശൻ MLA അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക വഴി സത്യത്തെ ഞെരിച്ചുകൊല്ലുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. സത്യത്തെ ന്യായവാദം കൊണ്ടും സ്വന്തം കക്ഷിയോടുള്ള താല്പര്യത്തിന്റെ ഉദ്ധതി കൊണ്ടും സത്യത്തെ ഞെരിച്ചു കൊന്നിരിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം വിടുന്നത് വരെ ചെയ്യാത്ത കാര്യം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം മാന്യദേഹങ്ങൾക്ക് ബഹുമാനപ്പെട്ട സ്പീക്കർ രൂപവത്കരിച്ച കമ്മിറ്റിയിൽ 5-4 ഭരണകക്ഷി 5 പ്രതിപക്ഷം 4 ഭൂരിപക്ഷത്തോടുകൂടി തീരുമാനം വന്നു. തീരുമാനം സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് സത്യം അതല്ല എന്നവർ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടില്ല. അസത്യം ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷങ്ങളുടെ എതിർപ്പോടു കൂടിയിട്ട് സ്പീക്കർ അംഗീകരിച്ചപ്പോൾ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ ആദരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ. സ്വാഭാവികമായിട്ടും അങ്ങനെ വേണ്ടിവരുമായിരിക്കാം. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭിന്നാഭിപ്രായക്കുറിപ്പ് ചേർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നില്ല സഭാ കമ്മിറ്റി കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കറെ പ്രതിപക്ഷങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം കേൾക്കാനോ അത് ആദരിക്കാനോ അത് ജനങ്ങളെ ആകെ അറിയിക്കാനോ സഭ ചുമതലപ്പെടുത്തിയ സ്പീക്കർ തെരഞ്ഞെടുത്ത ഈ കമ്മിറ്റി അതിൻ്റെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സതീശൻ അത് ചെയ്തിട്ടില്ല എന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അതും സഭയിൽ വെക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ റൂളിച്ചു. അതിൻ്റെ ഫലമായി പ്രതിപക്ഷാംഗങ്ങൾക്കത് സഭയിൽ വെക്കാൻ അനുവാദം നൽകുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അവസ്ഥ അറിയിച്ചു. അപ്പൊ എനിക്ക് എൻ്റെ ഈ ജീവിതകാലത്ത് ഒരു സത്യത്തെ ഞെരിച്ചു കൊല്ലുന്ന ഒരു അനുഭവം ഉണ്ടായ കാര്യം ഈ മഹാസദസ്സിൽ നിരവധി പരിചയസമ്പന്നരായ അഭിഭാഷകർ പിന്നീട് ജഡ്ജിമാരായവരും ഒട്ടേറെ അനുഭവങ്ങൾ ഉള്ളവരും ആയിട്ടുള്ള ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ വിധേയമാക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യം സത്യമല്ലേ ഉയർന്നു നിൽക്കേണ്ടത് എന്നാണ് ആ വിനീതമായ ചോദ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പുരുഷോത്തമൻ വക്കീലിൻ്റെ സുവർണ ജൂബിലി അത്യന്തം മംഗളകരമായി നടക്കുന്നതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിക്കും വളരെ വിനയമായ ആദരം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തന്റെ ഇത്രയും വർഷത്തെ ജീവിതകാലത്ത് ഇങ്ങനെ സത്യത്തെ ഞെരിച്ചുകൊല്ലുന്ന സംഭവമുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഭിഭാഷക വൃത്തിയുടെ 50ാം വാർഷികം പിന്നിട്ട മുൻ MLA കൂടിയായ അഡ്വക്കേറ്റ് K പുരുഷോത്തമനെ ആദരിക്കുന്നതിനു വേണ്ടി ഇന്ന് രാവിലെ കോട്ടച്ചേരി സൂര്യ ഓഡിറ്റോറിയത്തിൽ സംബന്ധിച്ച സുഹൃത്ത് സമ്മേളനത്തിൽ K പുരുഷോത്തമനെ പൊന്നാടയണിയിച്ച് ആദരിച്ച മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു VS. താൻ മുഖ്യമന്ത്രി പദവി ഒഴിയുന്നതുവരെ ചെയ്യാത്ത കാര്യം ഉയർത്തിക്കാട്ടി VD സതീശൻ നിയമസഭാ സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. VD സതീശന് സത്യമറിയാമായിരുന്നിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചതിലൂടെ ഇവിടെ സത്യത്തെ ഞെരിച്ചുകൊല്ലുകയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ VS അച്യുതാനന്ദൻ സത്യമല്ലേ ഇവിടെ ഉയർന്നു നിൽക്കേണ്ടതെന്ന ചോദ്യം ഉന്നയിച്ചു. പ്രസംഗം ഹ്രസ്വമായിരുന്നുവെങ്കിലും പറയാനുള്ളതൊക്കെ VS പറഞ്ഞു തീർന്നിരുന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC ജോസ് അധ്യക്ഷത വഹിച്ചു.